നിങ്ങൾ പോയിട്ട് ആ ഹെൽത്ത് സെന്ററിന്റെ സൈഡിലേക്ക് ഒന്ന് നോക്കിട്ട് വാ. ചെല്ല്. ഈ ഏരിയയെ പറ്റി ഭയങ്കര കംപ്ലൈന്റാ, കഞ്ചാവ് ടീമിനെ പറ്റി. ആണോ? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണെന്നോ. ഇത് കണ്ടോ വാട്സാപ്പില്? എവിടെ? തലയിൽ തീയിട്ട് മുടി ഉറക്കുന്ന പരിപാടിയാ. നോക്കട്ടെ. ഇത് കൊള്ളാലോ. ഇതങ്ങ് പാകിസ്ഥാനിലെ കണ്ട. ഇത്രേ ഉള്ളൂ. സാറേ 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 എന്താ എന്താ പ്രശ്നം? അവിടെ 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 ചുംബന സമരം. ഒത്തല്ലത് വീഡിയോ പിടിക്കണം. നല്ല ഷെയറിലേക്കും കിട്ടും. ഒന്ന് പോയി നോക്കാം. എവിടെയാണ്? സാറേ അവിടെ നോക്കി. ഞങ്ങള് പതിവ് ചെക്കിങ്ങിന് പോയ സാറേ ആ ഹെൽത്ത് സെന്ററിന്റെ പരിസരത്ത്. അല്ല, അത് സാമൂഹ്യ വിരുദ്ധരുടെ പറുദീസയല്ലേ? അപ്പോഴാ അതിനടുത്തുള്ള വീടിന്റെ പുറകിലെ പൊന്തക്കാട്ടിലെ ചുംബന സമരം. സാറേ ഇതേ അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യം കാണിക്കാം. ഞങ്ങള് പറയുന്നതിനാ തെറ്റല്ലടാ. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാ സാറേ. എന്താണ് ഇതിന്റെ പേര്? വെള്ളിക്കിണ്ടി ശിവൻ, സാമൂഹ്യ പ്രവർത്തന. വെള്ളിക്കിണ്ടി? സ്വർണ്ണക്കിണ്ടി ആവാത്തത് ഭാഗ്യം. വെള്ളിക്കിണ്ടി പോലും. നിന്റെ അടി റസിയയും ശിവനും നല്ല കോമ്പിനേഷൻ. അല്ല സാറേ, ശിവനും പാർവതിയല്ലേ? എടോ അത് അവിടെ ഇവിടത്തെ കാര്യം പറഞ്ഞതാ. അതിന്റെ ഇടയിൽ ഭക്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ആരെയാ പൊന്തക്കാട്ടിന്ന് പൊക്കിന്ന് പറഞ്ഞ? ഇവരെയാണോ? ഇവര് തന്നെ സാർ, ശിവനും റസിയയും. മതമൈത്രി സംഗമമായിരിക്കും പൊന്തക്കാട്ടി നടന്നത്. അല്ലെ, ഇവര് കല്യാണം കഴിച്ചാന്നാ പറയുന്നേ. അത് പിന്നെ ഈ കേസിൽ പിടിക്കപ്പെടുന്ന മാന്യന്മാരെല്ലാരും പറയുന്ന പൊതു ഡയലോഗല്ലേ? സത്യം പറയടാ, നീ എവിടെ നാടാ ഈ കൊച്ചിനെ പൊക്കിയത്? അതെ സനൂപ് സാർജിമാര്, ഞാൻ ചോദിക്കട്ടെ? ആ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നു. പറയടാ ഉത്തരം. പഠിച്ചോ, സത്യമായിട്ടും ഞങ്ങൾ കല്യാണം കഴിച്ചതാ സാറേ. കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൊന്തക്കാട്ടി കിടന്ന അഭ്യാസം കാണിച്ചത്? ഞങ്ങളൊരു അഭ്യാസം കാണിച്ചില്ല സാറേ. മിണ്ടരുത്, പരിപ്പളക്കം ഞാൻ. ആലിക്കുട്ടി നടക്കടാ അങ്ങോട്ട്. സാറിന്റെ റൂമിലോട്ട് പോടാ. കയ്യിന്ന് വിടറി അങ്ങോട്ട്. കാടക്കോഴിയുടെ മുഖമുള്ളവളെ ഇങ്ങോട്ട് പാടി. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അല്ല, അവര് ശരിക്കും കല്യാണം കഴിച്ചവരായിരിക്കുമോ? മിക്കവാറും ആയിരിക്കോ സാറേ? അല്ല, ഒരു യവനെയൊക്കെ അതിനകത്ത് എന്താടേ പായസം വെച്ച് വെച്ചിരിക്കുന്ന? വെള്ളിക്കിണ്ടി എന്നുള്ളത് നിന്റെ പേരും ശിവൻ എന്നുള്ളത് നിന്റെ അച്ഛന്റെ പേരുമായിരുന്നല്ലേ? അല്ല, വെള്ളിക്കിണ്ടി എന്ന് പറഞ്ഞ സ്ഥലപ്പേരാ. സത്യം പറയാ നീയാ, എവിടെന്നാ നീ ഇവളെ പൊക്കിയത്? ഇവളെന്റെ ഭാര്യയാണെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം സാറിന്റെ അടുത്ത് പറഞ്ഞു. ചൂടാവാതെ സ്വർണ്ണക്കിണ്ടി. വെള്ളിക്കിണ്ടി സാറേ, വെള്ളിക്കിണ്ടി. എന്ത് കിണ്ടി ആയാലും വേണ്ടില്ല. കണ്ട കണ്ടം പൂച്ച റോസാപ്പൂ പോലെ ഇരിക്കുന്നേ, അല്ലേടോ? അതെ അതെ. അതാ ഒരു സംശയം. നിങ്ങൾ കല്യാണം കഴിച്ചതാണെന്നുള്ള രേഖകളും ഉണ്ടോ കയ്യില്? അതെന്താ സാറേ, മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നെറ്റിയിൽ ഒട്ടിച്ചു നടക്കണോ? കിണ്ടി ഭയങ്കര കുണ്ഠിതനാണല്ലോ ആലിക്കുട്ടി. ഒരു സംശയം ചോദിച്ചോട്ടെ, കൊച്ചിയിൽ നടന്ന ചുംബന സമരത്തിൽ നീ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അതാ ഒരു മുഖപരിചയം. സാറേ, അവിടെ ചുംബിക്കാൻ 4 പേരും അത് കാണാൻ 40,000 പേരും ഉണ്ടായിരുന്നേ. അതാടോ മലയാളികള്. അല്ല കിണ്ടി, കപട സദാചാരത്തിന് എതിരായാണല്ലോ നിങ്ങൾ ചുംബന സമരം നടത്തിയത്. അതെ. എടോ, ആവശ്യത്തിന് പബ്ലിക് ടോയ്ലറ്റുകൾ ഇല്ലാത്തതിനെതിരെ ഒരു സമരം നടത്തിക്കൂടെ നിങ്ങൾക്ക്? എല്ലാരും കൂടെ ഒരുമിച്ച് നിലത്തിരുന്ന്, അതാണോ സാർ ഉദ്ദേശിച്ചേ? അത് തന്നെ. പോട്ടെ, കന്ത പോയൻ. നിങ്ങളേലിപ്പോ എന്തോ ഉണ്ട്, അത് പറ. എന്തുണ്ടോന്ന്? എന്റെ കിണ്ടി,
ഞാൻ അങ്ങനെ ഒരു മൂരാച്ചിയൊന്നും അല്ലടോ. സദാചാരം പറയുന്ന എല്ലാ മാന്യന്മാരും സമയവും സന്ദർഭവും ഒത്തുവന്ന പല ഉടായിപ്പും കാണിക്കും. പിന്നല്ലാതെ കപട സദാചാരം. രാത്രി സൂര്യൻ ഉദിച്ചാണ്ടല്ലോ ഈ പറയുന്ന പല മാന്യന്മാരും ഓടും. അതുകൊണ്ട് നീ ചെയ്ത തെറ്റും ഈ ഷിജു സാറ് ക്ഷമിച്ചിരിക്കുന്നു പോരെ? അതിന് പകരമായിട്ട് സന്തോഷത്തിന് സാറിന് എന്തെങ്കിലും കൊടുത്തിട്ട് പോയിക്കോ. ഞങ്ങൾ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ സാറേ. തെറ്റ് ചെയ്തോണ്ടാണല്ലോ കിണ്ടി ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നേ, അല്ലേ കിണ്ടി? ഞാൻ ഇവളുടെ കണ്ണിൽ പൊടി ഊതിയപ്പോ സാറുമാരെ തെറ്റിദ്ധരിച്ചതാ. അപ്പൊ ഒന്നും നീ ഷിജു സാറിന് തരാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല. ആ എന്നാ ഈ ബാഗ് ഇവിടെ വെച്ചിട്ട് സാറൊന്ന് പുറത്തേക്ക് നിന്നേ. എന്താ വേണ്ടെന്ന് ഈ ഷിജു സാർ ഒന്ന് ആലോചിക്കട്ടെ. എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കണം. ഫോൺ ഇതില്ല. ആ ഫോണൊക്കെ തരാം. നീ തൽക്കാലം പുറത്തോട്ട് വയ്ക്ക്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കിട്ടിയതല്ലേ. നീ വല്ല തീവ്രവാദിയോ മാവോയിസ്റ്റ് ആണെന്ന് ഞങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ആ പുറത്തോട്ട് വയ്ക്ക്. ചെല്ലടാ ചെല്ല്. മോനെ ഒരു ഉഗ്രൻ കേസാ. സംഗതി വന്നാലുണ്ടല്ലോ ചാനൽ കയറി എങ്ങ് ഹിമാലയത്തിലെത്തും. അതെന്തിനാ ഹിമാലയത്തിൽ പോകുന്നു? എടോ ധ്യാനിക്കാൻ. എടോ കോപ്പ നിങ്ങളുടെ റേറ്റിംഗ് കൂടുമെന്ന്. അതൊക്കെ പറയാം. അതിനു മുമ്പ് നേരത്തെ തന്ന ഇൻഫർമേഷൻ ഉള്ള ചെലവ് എവിടെ? എപ്പ തരുമെന്ന് പറ. ഉറപ്പാണല്ലോ അല്ലേ? എന്നാ ക്യാമറയും വടിയും കൊടയൊക്കെ എടുത്ത് പെട്ടെന്ന് പുറപ്പെട്. നീ വാന്ന്. എങ്ങോട്ടാന്നോ? എടാ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ ഉഗ്രനൊരു ഐറ്റം ആണെന്ന്. പറയട്ടെ. അനാവശ്യം പൊന്തക്കാട്ടിൽ, അല്ല അനാശാസ്യം പൊന്തക്കാട്ടിൽ. എടോ അതേടോ, കരിനാഗങ്ങളെ പോലെ 2 യുവമിഥുനങ്ങൾ ആ ഹെൽത്ത് സെന്ററിന്റെ പൊന്തക്കാട്ടിൽ ഇണ ചേർന്നു. അത്രയൊന്നും നടന്നില്ല. നടന്നേനെ. അതിനുമുമ്പ് പോലീസ് ചെന്ന്. അപ്പൊ ശരി എന്നാ വേഗം വാ. ഓക്കെ. ഇവിടെയൊക്കെ ഞാൻ കിടന്ന് അടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടടാ. സ്ഥലം മാറിയ പെട്രോൾ എന്തോ ഇന്ന് എന്നെ ഇവിടെ കിടന്ന് അടി പേടിപ്പിക്കും. ഉടനെ എങ്ങനെ ഇതവിടെ ചെല്ലുവോ? നാശം. ഇതിന്റെ മേലെ കയറി ചുമ്മാ അങ്ങ് ഇരുന്നാ പോരാ. അകത്തോട്ട് വല്ല ഒഴിച്ചും കൂടെ കൊടുക്കണം. സ്റ്റാർട്ടാക്കി. ചാനൽ മലയാളിയാണ് അത്രേ. ചാനൽ മലയാളി. ആ ചൂടാവാ തളിയാ. ചാനലൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ തരാന്ന്. എന്നിട്ട് വല്ലതും നടന്നത് തന്നെ ഒരു ചാനല്. ചാനലൊന്ന് രക്ഷപ്പെട്ടോട്ടാ. ഞാൻ നിന്നെ പിടിച്ചു. നീ മുതലാളിയോട് ചൂടാവൂല്ലോടാ. ചക്കേശ്ശേരി കാത്ത് പെട്ടെന്ന് ഇട്. ആ കേറ് കേറ്. പോ. എന്താടോ? അവൻ നിരപരാധിയാണെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. ആ തോന്നും. താനൊരു സംശയരോഗിയാണല്ലോ. അല്ല സാർ, അയാളൊരു സാമൂഹിക പ്രവർത്തകനാ. ഇനിയും അയാളെ ഇവിടെ തടഞ്ഞു വെച്ചാ എന്താ? അയാൾ എന്നെ മൂക്കി കയറ്റി വലിക്കുവോ? അതില്ല സാർ. അല്ല പിന്നെ അവനൊരു എല്ല് കൂടുതലാ. കുറച്ചേരം അവനവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. താൻ പോ സാർ. ആ ചെല്ല്. ഇങ്ങനെ ഒരു സംശയരോഗി, ഇവനെയൊക്കെ ആരാടാ പോലീസ് എടുത്തത്? എനിക്ക് അറിഞ്ഞൂടാ സാറേ. തന്നോടല്ല ചോദിച്ചത്. ഞാനൊരു അന്തർഗത നിർഗളിപ്പ് പുറപ്പെടുവിച്ചതാ. അന്തർഗത നിർഗളിപ്പോ? സാറേ ചക്ക എത്തി. ഇവിടെ സാർ ആനാശാസിക. എന്തൊരു ഉത്സാഹം. പട്ടിണി കിടന്നവന് ചിക്കൻ ബിരിയാണി കിട്ടിയതുപോലെ ഉണ്ട്. ഇതുപോലുള്ള വാർത്തകൾ കൊടുത്താലല്ലേ സാറേ ചാനൽ രക്ഷപ്പെടുള്ളൂ. എവിടെ സാറേ? അതെ, അവര് മോശക്കാരാണോ അല്ലയോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ദേ നിപ്പുണ്ട്. അതൊക്കെ നാട്ടുകാരെ തീരുമാനിച്ചോ. നീ ഷൂട്ട് ചെയ്യണം. കൊന്നത്തടി ഹെൽത്ത് സെന്ററിന് പിന്നിലെ പൊന്തക്കാട്ടിൽ നിന്നും അനാശാസ്യം നടത്തിയതിന് പിടിയിലായ യുവാവിനെയും യുവതിയെയുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഭാര്യയുള്ള നീ എന്തിനാ ഈ പണിക്ക് പോയത്? ഇതാടാ പുല്ലേ എന്റെ ഭാര്യ റസിയ. ഇതാണോ റസിയ? അന്ന് നീ ഫോട്ടോ കാണിക്കുമ്പോ ഇത്ര തടിയില്ലായിരുന്നല്ലോ. നിർത്ത്. ഇത് നമ്മൾ സ്വന്തം ആളാ. മാറി. അല്ലളിയാ, നിന്നെ എന്തിനാ പോലീസ് പിടിച്ചേ? അവരോട് എന്നെ ചോദിക്കും. ഇയാളെ തന്നെ അറിയോ? പിന്നെ ഇതല്ലേ വെള്ളിക്കണ്ടി ശിവൻ. സാറേ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ വരെ അവന്റെ വിവാദ കല്യാണത്തിനുണ്ടായിരുന്നു. സാറേ പണിയാവുന്ന തോന്നുന്നു.
ആ ബ്രോക്കറേയും കാത്ത ആ LC സെന്ററിന്റെ പുറകിൽ നിന്നപ്പോഴേ ഇവരൊന്ന് പിടിക്കുന്നത്. പറഞ്ഞിട്ടാണേ കേക്കണ്ടേ? എടാ വാർത്ത നമുക്കൊന്ന് മാറ്റി പിടിച്ചാലും പോലീസിന്റെ നിഷ്ക്രിയത്വം അനാശാസ്യ കുറ്റം ആരോപിച്ച് ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തു. സാറേ, ഈ ചാനലുകാരന്മാർ ഇത് നാറ്റിക്കുന്നതിന് മുമ്പ് ഇത് ഒഴിവാക്കുന്നതാ ബുദ്ധി. അതിന് ഷിജി സാർ സമ്മതിക്കണ്ടേ? എന്താടാ ഇവിടെ ഒരു തിക്കും തിരക്കും? ഇതെന്നാ ബസ് സ്റ്റാൻഡാണോ? സാറേ, ഇവര് ശരിക്കും കല്യാണം കഴിച്ചാണെന്ന്. അനാശാസ്യം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ വെള്ളിക്കിണ്ടി ശിവനെയും ഭാര്യയും. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് ചക്ക ചാനൽ നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി ഇവിടെ കിടന്ന് വായിട്ട് അലച്ചോണ്ടല്ലോ ഈ മയക്ക് നിന്റെ അണ്ണാക്ക് ഞാൻ കുത്തി കയറ്റും. മീഡിയക്കാരെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കില്ല സാറേ. അയ്യോ ഇല്ലേ, ദൈവത്തെ ഓർത്തൊന്ന് പോയി തരാമോ? അടി മേടിക്കണ്ട. അറിഞ്ഞൂടാ, മീശ വിളിച്ചോണ്ടല്ലോ ഞാൻ. എന്തോന്നടാ ഇത്? പേടിച്ച് ആ ചക്ക റിപ്പോർട്ടർ തെണ്ടി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ രണ്ട് പൊക്കോ. കേട്ടോ, ലാലേട്ടൻ പറഞ്ഞ പോലെ നിന്റെ കേസ് ഈ CA ഷിജു തൽക്കാലം അവധിക്ക് വെച്ചിരിക്കുന്നു. നീ പോ മോനെ ദിനേശ. അങ്ങനെ അങ്ങ് പോയാലോ സാറേ? എന്നാ പിന്നെ ഇങ്ങനെ പോവാം. പരിപ്പോടെ എന്നാ എന്നാ പിന്നെ വീട്ടിൽ പോകാറുക. ഈ വീഡിയോ ചാറ്റിംഗ് നടത്തുമ്പോ തൊട്ടു നോക്കാനുള്ള സംഭവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഇപ്പൊ ഇങ്ങനെ തൊടാലോ. അത് സ്ക്രീനിലല്ലേ, അല്ലാതെ ശരിക്കും തൊടുന്ന ഫീല് കിട്ടുന്ന സംവിധാനം വേണോന്ന്. അങ്ങനത്തെ സംഗതിയൊക്കെ വരുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. ആണോ? എന്താടോ? സാർ പോകുന്നില്ല സാർ. അതിന് ഞാൻ തന്നെ വിളിച്ചിട്ട് എങ്ങോട്ടും പോവാൻ പറഞ്ഞില്ലല്ലോ. ഞാനല്ല സാർ, ആ വെള്ളിക്കിണ്ടിയും ഭാര്യയും പോകുന്നില്ല സാർ. അവർക്കെന്താ പോലീസ് സ്റ്റേഷൻ അത്രയ്ക്ക് പിടിച്ചോ? അവൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് സാറ് സമാധാനം പറയണമെന്ന് അവൻ പറയുന്നത്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അവൻ പോകുള്ളൂന്നാ പറഞ്ഞേ. അവനോട് മര്യാദയ്ക്ക് ഒന്നുകൂടെ പറയാ പോവാൻ. ഞാനങ്ങോട്ട് ഇറങ്ങി ചെന്നോണ്ടല്ലോ അവനെ ഈ ഉത്തരത്തിൽ കെട്ടി തൂക്കും. പോയി പറയടോ. പറ സാറേ പോയി. അവൻ വല്ല കുഴപ്പമുണ്ടോക്കോ സാറേ? പിന്നെ അവനെന്നെ ഞൊട്ടും. സാറേ അത് നോക്കട്ടെ. വേറെ വീഡിയോ. എടോ മര്യാദയ്ക്ക് പറയടോ. വേറെ വീഡിയോ വല്ലതും ഉണ്ടോന്ന് വാട്സാപ്പില്. എന്തുവാടോ? സാറല്ല ഡാനിയൽ പറഞ്ഞാലും പോകത്തില്ലാന്ന്. ഏത് ഡാനിയല്? അച്ഛൻ. ഏത് പള്ളിയില്? ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാറേ. പള്ളിയിലച്ഛനല്ല, പിന്നെ ഷിജു ഡാനിയൽ സാറിന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞ. എന്റെ അച്ഛൻ ഇനി എങ്ങനെ ഒന്ന് പറയും? എന്റെ അച്ഛൻ മരിച്ചു 2 വർഷമായില്ലേ? ഓ സാറേ, സാറിന്റെ തന്തയ്ക്ക് അവൻ വിളിച്ചത്. സാറിന്റെ തന്ത. ഷിജു ഡാനിയലിന്റെ തന്ത. അവൻ മാറിയില്ലെങ്കിൽ അവനെ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. പിന്നെ അല്ലാതെ ഷിജു സാറിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അല്ല പിന്നെ എവിടെ വെള്ളക്കെണ്ണം തെണ്ടി പോയാവായി. എവിടെ ഉണ്ട് സാർ? പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുക. കപട സദാചാരം തുലയട്ടെ. സദാചാരം തൊലയട്ടെ. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുക. കപട സദാചാരം തുലയട്ടെ. കപട സദാചാരം തൊലയട്ടെ. എന്തുവാടാ കൂടുതൽ ഷൈൻ ചെയ്താലുണ്ടല്ലോ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി ഊരും. പേടിപ്പിക്കാ സാറേ, ഒരുപാട് കണ്ടിട്ടുണ്ട്. അവൻ കണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അവൻ ചിലപ്പോ കാണിക്കും. നിനക്ക് അത്ര ധൈര്യമാണോടാ ദിനേശ? ഞങ്ങള് ഭാര്യയും ഭർത്താവാണെന്ന് 100 വട്ടം പറഞ്ഞതാ, നിങ്ങൾ കേട്ടോ? വേണ്ട. ഇനി ഭാര്യയും ഭർത്താവും അല്ലേ തന്നെ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് എന്താ ആകാശം ഇടിഞ്ഞു വീഴൂ? സാറേ ഇവൻ കൊട്ട കളിപ്പാന്നാ തോന്നുന്നത്. പണിപാടും സാറേ ചാനലുകാർ അവിടെ എടുത്തോടാ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ ആലിക്കുട്ടി. അങ്ങോട്ട് പോടോ. അടിവില്ലായല്ലോട് ആലിക്കുട്ടി. എന്തെടുക്കും? അല്ല ഞാൻ വിചാരിച്ചു സാർ അവനെ വെടിവെക്കാൻ വേണ്ടി തോക്കെടുക്കാൻ വന്നായിരിക്കും. പിന്നെ തോക്ക് താൻ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയടോ. വേറൊരു ഐഡിയ എന്ന് പറയുമ്പോ ഏതാ ഒരു നല്ല മണ്ടത്തരം വരുന്നില്ലല്ലോ. കിട്ടുന്നില്ലല്ലോ. വിളി കണക്ക് നിൽക്കാൻ അങ്ങോട്ട് മാറ്. സാറിന്റെ കിളി പോയെന്നാ തോന്നുന്നേ.
സാറേ അനിയ ഇതാ CI വാശി പിടിച്ചുണ്ടാക്കിയ പ്രശ്നമാണ്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. ഒരു പ്രശ്നമില്ല സാറേ, അങ്ങേരെ ശരിക്കൊന്ന് വരട്ടിട്ട് ഞങ്ങൾ വെക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. സാർ വരുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേടോ? ഇവിടെ എഴുന്നേറ്റ് പോകാനാ ഞാൻ നിന്നോട് പറഞ്ഞേ. പറ്റത്തില്ലെങ്കിലോ? നിങ്ങൾക്ക് വേണ്ട തെളിവുകളല്ലേ? ഞങ്ങൾ കല്യാണം കഴിച്ചതിന്റെ തെളിവുകൾ അതിപ്പോ കൊണ്ടുവരും. ഞങ്ങളുടെ സംഘടനയിലെ ആയിരക്കണക്കിനുള്ള പ്രവർത്തകര് അവർ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇപ്പൊ എത്തും. എന്നിട്ട് അത് മുഴുവൻ ഈ പോലീസ് സ്റ്റേഷനിലിട്ട് കത്തിക്കും. അത് ഷൂട്ട് ചെയ്യാൻ കേരളത്തിലെ മുഴുവൻ ചാനലുകാരും വരും. രണ്ടിലൊന്ന് ഇന്ന് അറിയും സാറേ. സാറ് വേണമെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ വിളിച്ചോ, ഗ്രനേഡോ പീരങ്കിയോ എന്താന്ന് വെച്ചാ. അവിടെ എന്താ സാർ? ഇവനോടൊന്ന് പറയണോ പോയി തരാൻ. രക്ഷയില്ല സാറേ, ആയിരക്കണക്കിന് പോലീസുകാർക്ക് മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ ചുംബന സമരം നടത്തിയ കക്ഷിയാണ്. അതും നമ്മുടെ പോലീസിന്റെ ഇടിവണ്ടിക്കകത്ത് വെച്ച്. സാറേ ഇനി ഒരു വഴിയേ ഉള്ളൂ, അവസാന തടവെടുത്തേരെ. ഇവനെ പേടിയുള്ള എല്ലാരും അകത്ത് പോയേ. ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം. ഒറ്റയ്ക്ക്. പേടിയാണ്. സാർ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാന്ന് പറഞ്ഞു. നീ ഉപദ്രവിക്കരുത്, പറ്റിപ്പോയതാ. സാറേ സാറ് പറഞ്ഞ കേട്ടില്ലേ? പോയി താടേ, ഒന്ന് പോയി താ. മോനെ, ഈ പെങ്കൊച്ച് കൊന്നത്തടിയിൽ അങ്ങനെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടെന്ന് അറിഞ്ഞ എനിക്കാണ് കിടക്കാൻ മേലാത്തത്. അതുകൊണ്ട് ചെയ്തു പോയതാ. വെരി സോറി. പോലീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ നിഷ്ക്രിയത്വം പിടിച്ചാ ഗുണ്ടായിസം കപട സദാചാരം. അനിയൻ തന്നെ പറ, ഞങ്ങൾ എന്തോ ചെയ്യണം പറ. അനിയ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പോയി തരണം. റസ്യമോളൊന്ന് പറ ഈ ഷിജു സാറിനോട് ക്ഷമിക്കായി. പാവോ ഞാൻ. എവിടെ വേണോലും കൊണ്ടുവിടാം, ജീപ്പുണ്ട്, പറഞ്ഞാ മതി. ജീപ്പൊന്നും വേണ്ട, ഞങ്ങൾ ഓട്ടോ ഓടിച്ചു പോക്കോളാം. തൽക്കാലത്തേക്ക് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. വളരെ ഉപകാരം. സാറിന്റെ കാശുകൂലി ഇരിപ്പുണ്ടോ? ഓട്ടോ കൂലി കൊടുക്കാനാ. ഉണ്ട്, കാണും. അയ്യോ, 2000 ഒറ്റ നോട്ടാ. നിന്റെ അടുത്തുണ്ടോ ആലിക്കുട്ടി? എന്റെ അടുത്ത് എവിടുന്ന്? ഇരിക്കട്ടെ സാറേ, നല്ല ചെലവാ. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. മേടിച്ച കാശാകും. അപ്പൊ ശരി സാറേ, വരട്ടെ. വരണ്ട, പോയാ മതി. എന്തിനാ വരുന്നേല്ലേ സാറേ? പോയിട്ട് നന്നായി വരൂലടാ പട്ടികളെ. കടുവയെ കിടുവ പിടിച്ചല്ലേ സാറേ? കാശും പോയി, മാനവും പോയി. ഭാഗ്യത്തിന് ആരും കണ്ടില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം. അവനെ പേടിപ്പിച്ച് ഓടിച്ചെന്ന് പറഞ്ഞത് എല്ലാവരോടും പറയാം, പക്ഷെ അവര് വിശ്വസിക്കോ? വിശ്വസിക്കും. പോലീസ് സ്റ്റേഷനിൽ അനാശാസ്യ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട നവദമ്പതികളെ ഒഴിവാക്കാൻ CI ഷിജു നടത്തുന്ന പരാക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ വീഡിയോ ദൃശ്യങ്ങളാണ് ചക്ക ചാനലിലൂടെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വ്യക്തമായ റെക്കോർഡഡ് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നിങ്ങൾക്ക് കാണാവുന്നതാണ്.